പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 2024 ഡിസംബർ മാസം 5-ാം തീയതി, അതായത് 1200 വൃശ്ചിക മാസം 20-ാം തീയതി ഗുരുവാരം അഥവാ വ്യാഴാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. നാളെ വ്യാഴാഴ്ച ഗുരുവാരത്തിൽ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ 6:33 അസ്തമയം വൈകിട്ട് 5:58 നാളത്തെ വ്യാഴാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാണ് രാഹുകാലമായി നാം പരിഗണിക്കുക. എങ്കിലും പ്രാദേശിക സൂര്യോദയ പ്രകാരം 2:03 മുതൽ 3:33 വരെയുള്ള സമയമാകുന്നു നാം രാഹുകാലമായി ഗണിക്കേണ്ടത്. നാളത്തെ തിഥി രിക്താതിഥിയായ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകും. നാം രിക്താതിഥിയിൽ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാറില്ല സാമ്പത്തികമായ വിഷയത്തിൽ. കാരണം തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. തിഥി കേൾക്കുമ്പോൾ തന്നെ അത് സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ 4, 9, 14 ഇതൊക്കെ റിക്ത ഒഴിഞ്ഞ തിഥിയാകുന്നു. ഈ ഒഴിഞ്ഞ തിഥിയിൽ സാമ്പത്തികമായൊരു വിഷയത്തിലും നാം ഇടപെടാറില്ല. നാളത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാകും. നാളെ വെളുത്തപക്ഷത്തിലെ ശക്തമായ ഉത്രാടം നക്ഷത്രമാകും. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നു ഉത്രത്രയം, ഉത്രാടം, ഉത്രട്ടാതി. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ ശുഭമാണ്. യാത്രയായാലും മറ്റെല്ലാ വിഷയമായാലും ഈ ശുഭകാര്യങ്ങൾക്ക് നാം ഉത്രാടം നക്ഷത്രം സ്വീകരിച്ച് വരുന്നു. നാളത്തെ ശുഭമുഹൂർത്തങ്ങൾ നമുക്ക് വൈകിട്ട് രാഹുകാലം കഴിഞ്ഞുള്ള സമയം 3:35 മുതൽ 5:30 വരെയുള്ള സമയം നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. ചതുർത്ഥി തിഥി കഴിഞ്ഞ് ശക്തമായി വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയുടെ ആരംഭമായി. നാളെ നിങ്ങൾക്ക് സന്ദർശിക്കേണ്ട ക്ഷേത്രം ഉത്രാട നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം സൂര്യനാകയാൽ നിങ്ങൾക്ക് ആദിത്യഹൃദയ മന്ത്രം ചെല്ലാം. ശിവക്ഷേത്രത്തിൽ കൂളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക. ഉത്രാടം നക്ഷത്രക്കാരുടെ ഏറ്റവും ശക്തമായ മന്ത്രമാകുന്നു ആദിത്യഹൃദയ മന്ത്രം. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ ഉത്രാടം നക്ഷത്രക്കാർക്ക് ആദിത്യഹൃദയ മന്ത്രം ഒരു വലിയ അനുഗ്രഹമായി മാറുന്ന കാഴ്ച നാം കാണുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മരാർജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.